തിദിക്ഷയാ കരുണയാ മൈത്രിയാ ചാഖില ജന്തുഷു. കേട്ടോളൂ കൂട്ടരെ, കാത് കടം മേടിച്ച്. മനുഷ്യനായി ജനിച്ചാൽ വളർത്തിയെടുക്കേണ്ട ഗുണങ്ങളാണിത്. തിദിക്ഷയാ, തിദിക്ഷ സഹനശക്തി. മനസ്സിൽ മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു ഉറപ്പും തീരുമാനവും പരിശീലനവും. ചുട്ടുപഴുത്ത മണലിൽ ചെന്ന് കിടക്കാനല്ല, കഠിനമായ തണുത്ത വെള്ളത്തിൽ ചെന്ന് കുളിക്കാനല്ല. അത് ദൈഹികമായിരിക്കുന്ന സഹനമാണ്. നാം ആവശ്യപ്പെടുന്നത് മനസ്സിൻ്റെ സഹനശീലമാണ്. മനസ്സെന്തിനെ സഹിക്കും? വികാരങ്ങളെ, ഭാവങ്ങളെ, ഉള്ളിലുള്ള തള്ളിക്കയറ്റങ്ങളെ, ഉള്ളിലുള്ള തകർച്ചകളെ. എന്തു തന്നെ വന്നാലും നാം വീണു പോകരുത്, അധപ്പതിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഈശ്വരൻ്റെ അംശമാണ്. ആ ഈശ്വരാംശത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. കാട്ടുകള്ളനും ഭൂസുരശ്രേഷ്ഠനും ജനിച്ചിട്ടുള്ളത് ഒരേ ജീവാംശത്തോടു കൂടിയാണ്. ആ ജീവനിൽ നിന്ന് ഒടുങ്ങാത്തതെന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ ഗുണവിശേഷങ്ങളെല്ലാം മനസ്സിന് വന്നു ചേരും. സംശയിക്കരുത്. എന്താ? മനസ്സിൻ്റെ പിന്നിലുള്ളത് ജീവനാണ്. തിദിക്ഷയാ കരുണയാ, എല്ലാവരോടും കാരുണ്യം വേണം. മൈത്രിയാ, മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കലും മേടിക്കലും പറയലും കേൾക്കലും, അങ്ങനെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാട് മൈത്രിയാ. ചാഖില ജന്തുഷു, എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും ഇതായിരിക്കണം മനോഭാവം. സമത്വേന സ സർവാത്മാ, എല്ലാറ്റിലും ഒരുപോലെ അധിവസിക്കുന്ന ഈശ്വര ചൈതന്യമുണ്ട്. അതെല്ലാറ്റിലും ഒരുപോലെയാണ്. ദുഷ്ടനിലും ശിഷ്ടനിലും, ഉറുമ്പിലും ആനയിലും, നല്ലതിലും ചീത്തയിലും, ഭൂമിയിലും വെള്ളത്തിലും, അഗ്നിയിലും ആകാശത്തിലും കാറ്റിലും, അകത്തും പുറത്തും, സർവ്വസ്ഥലത്തും ഒരുപോലെ സന്നിഹിതമാണ് ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യം. ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങളും ദർശനങ്ങളും കൊണ്ടാണ് ഭഗവാൻ സംപ്രസീദതി. വിഷ്ണുവിനെ പ്രസാദിക്കാൻ ഇതാണ് വഴി.